ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നമുക്ക് ബാക്കി വന്ന ഇഡലി മാവും കൊണ്ട് എളുപ്പത്തിലൊരു സ്നാക്ക് ഉണ്ടാക്കാവുന്ന റെസിപ്പിയെ കണ്ടു നോക്കാം. ഇവിടെ അപ്പോൾ ഞാൻ 1 കപ്പ് ഇഡലി മാവാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മധുരം ഞങ്ങൾക്ക് പാകമാണ്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊന്നുമില്ല, നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ദോശ ചുടുന്ന പോലെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നെയ്യ് അതിൽ ചേർത്തിട്ടുണ്ട് നമ്മൾ. അപ്പം കുറച്ച് തിക്കായിട്ട് വേണം ചെയ്യാനായിട്ട്. ദോശയുടെ പോലെ ഒത്തിരി അങ്ങോട്ട് തിന്നായി പോകേണ്ട ആവശ്യമില്ല. ഒരു ശകലം ഒരു തിക്നെസ് ഇതിൽ കാണിച്ചേക്കുന്ന പോലത്തെ ഒരു തിക്നെസ് മതിയാവും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഒന്ന് റോളാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. നമുക്ക് സ്നാക്സിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഇഡലി ഉണ്ടാക്കുന്ന ദിവസം എല്ലാവർക്കും ഇഡലി ഇഷ്ടപ്പെടണമെന്നില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ അല്ലേ. അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ വേണേൽ ഉണ്ടാക്കി കൊടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് 4 മണിക്ക് ഒരു പലഹാരമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ മുട്ടയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. ഇനി ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ്. നമുക്കിങ്ങനെ അങ്ങ് കടിച്ച് തിന്നാൽ മതി. അഥവാ നിങ്ങൾക്ക് മധുരം പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ച് തേൻ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.